അങ്ങനെ 8 മണിക്ക് ആരതി കഴിഞ്ഞു. ആരതി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ആരും പിന്നെ പോകുന്നില്ല. അപ്പോൾ തിരക്ക് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ആ പാലത്തിലൂടെ, ഇതാണ് താൽക്കാലികമായി കെട്ടിയ പാലം, ആ പാലത്തിലൂടെ നടപ്പാലം എന്ന് പറയാം, ആ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു, ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ നടന്നു വരും. ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ 2 സൈഡിലും പിന്നെ വള്ളക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, പുഴയിൽ വീഴ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. തോണിയായിട്ട് നിൽക്കുന്നുണ്ട് 2 സൈഡിലുണ്ട്. അപ്പം അത്രയും സുരക്ഷ ഉണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും അവിടെ നല്ല പോലീസുകാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഉണ്ട്, പോലീസുകാരൊക്കെ. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഈ പാലത്തിലേക്ക്, പുഴയിലേക്ക് വരുമ്പോൾ അവിടെ എന്താ പറയുക, ചെക്കിങ്ങിനുള്ള നമ്മളെ സ്കാൻ ചെയ്തിട്ടാണ് വിടുന്നത് കേട്ടോ. എന്താ പറയുക, എയർപോർട്ടിലൊക്കെ ഉള്ള ചെക്കിങ് അസിസ്റ്റന്റ് മൊത്തം ചെക്ക് ചെയ്യുന്നില്ല, അങ്ങോട്ട് കയറ്റി വിടുമ്പോഴുള്ള ആ ഒരു ഇതിലൂടെ നടന്നു പോകുമ്പോൾ അപ്പോൾ മ്യൂസിക് അലാറം അടിക്കും, അങ്ങനത്തെ ഒരു സിസ്റ്റം. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്താറായി. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. ഞാൻ പകുതി വഴിക്കെന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ പോയി പാലം കഴിയാറായി, നടപ്പാലം കഴിഞ്ഞു. ഇപ്പോൾ മണൽ ആയി. അവിടെ ഒരു മണലാണ്. ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, ഇപ്പോഴേ ഈ ഇത് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാടൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് എല്ലാം അടിപൊളിയാക്കിയപ്പോൾ പഴയ ആ പുഴേൻ്റെ തിരിച്ചു കിട്ടിയ പോലൊരു ഫീല്. ഞങ്ങൾ അതായത് ചെറുപ്പത്തിലൊക്കെ ക്രിസ്മസിനൊക്കെ എന്ത് ചെയ്യും, ന്യൂ ഇയർ വരെ ആളുകൾ പുഴയിലായിരിക്കും, കച്ചവടക്കാരും. നമ്മുടെ ഏരിയയിലുള്ള ഒരുപാട് ക്രിസ്ത്യൻസ് എല്ലാവരും അവിടെ പുഴയിലായിരിക്കും ഇതിന്. അപ്പോൾ ആ ഒരു ഫീല് ടച്ച് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഓറഞ്ച് വിൽക്കാനും കടല വിൽക്കാനൊക്കെ നടത്തി, നല്ല രസമായിട്ട്. അങ്ങനെ ആ ഒരു സംഭവം. കാരണം പുതിയങ്ങാടി നീർച്ചയാണ് 1-ാം തീയതി കഴിഞ്ഞാൽ, അടുത്ത ജനുവരി ആദ്യത്തെ ഞായറാഴ്ച മുതൽ പുതിയങ്ങാടി നീർച്ച. അപ്പോൾ നീർച്ചയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഓറഞ്ച് കച്ചവടം, വെള്ള കച്ചവടമൊക്കെ നടത്തിയിരുന്നു. വെള്ള കച്ചവടമല്ല, കപ്പലയുടെ കച്ചവടമൊക്കെ. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഇതാണ് സീനിപ്പത്തെ. നല്ല തിരക്കുണ്ട്. അപ്പോൾ അവിടുന്ന് ആളുകൾ